ഞങ്ങളില്ലത് ബാംഗ്ലൂരിൽ. ഇത് നമ്മളെ കാസർഗോഡ് നിന്ന് ഇന്ന് ഈ സമ്മർ ലീവ് ഉണ്ടല്ലേ, അതിനെല്ലാം നമുക്ക് ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇന്നലെ രാത്രി ബസ്സിൽ ഇരുന്നിട്ട് വന്നല്ലേ, കാസർഗോഡ് നിന്ന് നേരെ കയറിയിട്ട് നമ്മളെ ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ എത്തിയിട്ടാകുമ്പോൾ ഇവർക്ക് കൊതു കടിക്കുന്നത് ഇതെന്നല്ല പറഞ്ഞ് ഞാൻ പിന്നെ കൊതു തിരിയെല്ലാം കത്തിച്ച് വെച്ചത്. അപ്പുറത്തൊരു ബിൽഡിങ് കെട്ടുന്നത് കൊണ്ട് നമ്മൾ കൊതു തിരിയെല്ലാം കത്തിച്ചിട്ട് വെച്ച്. നോക്ക്, ഇവർ പോയിട്ട് ഇടുന്ന 2 വർഷമായി നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ട്. ഇതെൻ്റെ ആങ്ങളിൻ്റെ ഭാര്യ ഇത്. പിന്നെ ഇനി ഒരു മാസമെല്ലാം നിർത്തിക്കാന്നുണ്ട്, നോക്കണോ. ഇത് കൊതു തിരി കത്തിച്ചിട്ട് ഇവർ നാട്ടിൽ വന്ന ആൾക്കാരെല്ലാം ഭയങ്കര ഷാർപ്പാണ്. ഇവർക്ക് കൊതുവെല്ലാം കടിക്കാമല്ല, കൊതു കടിച്ചിട്ടാകുമ്പോൾ ഇവർക്ക് ചൊടി വരും. ഇനി അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇനിയൊരു സെറ്റ് ആൾക്കാരെ കാണിക്കുന്നത്. അത് നല്ല വർക്കത് ആൾക്കെല്ലാം. ഇതാ ഇന്ന് എങ്ങനെല്ലാം ഉണ്ട് ഞങ്ങളെ കിച്ചണ്. ഇത് എൻ്റെ ആങ്ങളെൻ്റെ മോന്, ഇത് ആങ്ങളെൻ്റെ മോന്. അപ്പോൾ ഇവന് എന്തറിയോ, വെറും ടി വി മൊബൈൽ. ഞാൻ ചിലപ്പോൾ ചീത്ത പറയും, നീ മതിയാക്കറ എൻ്റെ ടി വി മൊബൈൽ ഇതെല്ലാം മതിയാക്കിയിട്ട് നീ പഠിക്കെന്തെങ്കിലും. നീ എന്താ ഞായറാഴ്ചയിൽ പഠിക്കണം. ഇതങ്ങനെ ഞങ്ങളെ ചേച്ചി, ഈ ചേച്ചിക്ക് ബസ്സിൽ നല്ല സ്ലീപ്പറിൽ വന്നത്. ഈ ചേച്ചിക്ക് തീരെ ഉറക്കില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവൾ ഉറങ്ങി കാലത്തെ തൊട്ട് ഉറങ്ങുന്നുണ്ട്. സാരി, ഇതൊരു ചാൻസ് അല്ലേ ഇവർക്ക് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൾ വന്ന് പൂജാ റൂമിൽ പോയി വിളക്കെല്ലാം വെച്ച് അങ്ങനത്തെ എല്ലാം സംഗതി ഇന്നത്തത്. അപ്പം ഞാൻ രാവിലെ ഇഡ്ഡലി പിന്നെ ഒരു സാമ്പാറാക്കിയിട്ടാകുമ്പോൾ ആ ഇഡ്ഡലി മാത്രം കല്ല് പോലെ ആയിപ്പോയി. എപ്പോഴും എൻ്റെ ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റായിട്ട് വരും. ഇന്നത്തെ ഇഡ്ഡലി കല്ല് പോലെയാണ്. ഇവരെ പിന്നെ കണ്ടിട്ട് ഞങ്ങളെ ഈ 2 നായി എന്ത് കുരച്ചത്. നമ്മൾ ഈ ബാംഗ്ലൂരിലെല്ലാം കുറച്ച് ചെടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പച്ചക്കറി നടാന്ന് പറഞ്ഞിട്ട് ഈ ചെടീനെല്ലാം കുറച്ച് കളഞ്ഞ് അങ്ങനത്തെ എല്ലാം സംഗതി. ഈ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ ഭയങ്കര ചിട്ടയോടെ ജീവിക്കല്ലേ. ഓർക്കെല്ലാം ഇങ്ങനെ എപ്പോഴും ഇഡ്ഡലിയാക്കിയ നല്ലത് വേണോ, ഇരുന്ന ജാഗ ക്ലീൻ വേണോ. എനിക്ക് പണിയെടുത്തെടുത്ത് മടുത്തോയി. ഇവന് ഹായ് എന്ന് പറയുമ്പോൾ ഞാൻ ഷൂട്ടിങ് ആക്കിയിട്ടില്ല. അപ്പം ഇവന് ഭയങ്കര ചൊടി വന്നു. എന്ത് ചൊടി വരുന്നത് ഈ പിള്ളേർക്ക്, ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം. പിള്ളേർ വലുതിരിക്കുമ്പോൾ ചെറുതിരിക്കുമ്പോൾ ഒന്നായെങ്കിൽ വലുതാകുമ്പോൾ പിന്നെ ഇരിക്കാത്ത പിള്ളേർക്ക്. അങ്ങനെ നമ്മളെ എന്ത് പറയുന്നത്, അതെ നോക്ക് എന്ത് കളിയാക്കുന്നുണ്ട്. ഈ നാട്ടിലെ പിള്ളേർക്ക് ആങ്കാര ജാസ്തി. നമ്മൾ ഇവിടുത്തെ പിള്ളമാർ ബോളമാരെ പോലെ കളിക്കും. ബാംഗ്ലൂരത്തെ നാട്ടിൽ ഭയങ്കര ഷാർപ്പ് ഈ പിള്ളേരെല്ലാം. പറ അപ്പം നമ്മളെ മലയാളമെല്ലാം എങ്ങനെയുണ്ട്? ഞങ്ങളെ മലയാളത്തിന് എന്ത് നിങ്ങൾ താപ്പാക്കണ്ടേ? നല്ല മലയാളം ഞങ്ങളിത്. അങ്ങനെ ഇവരെ കഥ നോക്കി. ഈ ചെക്കൻ മൊബൈൽ വിട്ടിട്ട് ഈ ചെക്കൻ്റെ വേറെ കളിയേ ഇല്ല. അത് എൻ്റെ ചാനലൊന്നും നോക്കുന്നില്ല. ആരാരെ കണ്ടോറെ യൂട്യൂബ് നോക്കുക, എൻ്റെ ചാനൽ നോക്കല്ല. എൻ്റെ ആങ്ങളൻ്റെ മോനിത് എൻ്റെ ചാനൽ നോക്കുന്നില്ല. ഞാൻ എന്താക്കുന്നത്, എനിക്കെന്തെങ്കിലും ആക്കോ ഇല്ലല്ലേ. അങ്ങനത്തെ എല്ലാ സംഗതി. ഞങ്ങൾ കാസർഗോഡ് തലങ്കറിൻ്റെ അടുത്ത് വീട്. ഇവിടെ ബാംഗ്ലൂരിലെ ആട്ടി നഗർ നമ്മളെ വീട്. കാസർഗോഡ് വന്നിട്ട് തലങ്കരയിൽ വീട് ഞങ്ങളത്. ഇവളെൻ്റെ ആങ്ങളുടെ ഭാര്യ, നല്ല ടൈലർ ഇവള്. അത് ടൈലർ എന്ന് പറയുമ്പോൾ ചിരിയുണ്ട് ഉള്ളത്. അങ്ങനെ എൻ്റെ ഒരു പുതിയ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇരിക്കട്ടെ. ഞാൻ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോ ആക്കിയിട്ട് എൻ്റെ ഈ പച്ച മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് വരുന്നു കേട്ടെ. നിങ്ങളെല്ലാം സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളെല്ലാം എന്ത് പറയുന്ന ഒരു സബ്സ്ക്രൈബെല്ലാം ചെയ്യും.
ടാറ്റാ, സി യു.